ഇത് മിസ്റ്റർ സ്പ്രിൻഡ് അല്ലേ? ഹായ്, ഹലോ, ദ ഗ്രേറ്റ് സയന്റിസ്റ്റ് സ്പ്രിൻഡിൽ അല്ലേ? ഹലോ, ഹൗ ആർ യു മാൻ? 8 കഴിഞ്ഞാൽ പിന്നെ 9 ആണ്. ഞാൻ എപ്പോഴും ഫൈൻ ആണ്. അടികൈ. അദ്ദേഹം സംസാരിക്കുന്നത് എന്നോടാണ്. അല്ല, എന്താ ഒരു ടെൻഷൻ? അത് 9 സയന്റിസ്റ്റുകൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് മാത്രമല്ല, ആരോ എന്റെ ഫോർമുല തട്ടിയെടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഞാനും മിസ്റ്റർ മാരത്തോണും കിഡ്നാപ്പ് ചെയ്യപ്പെടുകയാണെങ്കിൽ ചിലപ്പോ അവർക്ക് ഫോർമുല കിട്ടിയേക്കും. അതെന്ത് ഫോർമുലയാണ്? എടാ, എന്താണ് അദ്ദേഹം റിസർച്ച് ചെയ്യുന്നുവോ ആ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ എന്നും നിത്യയൗവനമായിരിക്കും. ആ മരുന്നിന്റെ ഫോർമുലയ്ക്ക് വേണ്ടിയാണ് ആരോ ഞങ്ങളുടെ ടീമിനെ മുഴുവൻ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഉള്ളപ്പോൾ നിങ്ങളെ ആർക്കും കിഡ്നാപ്പ് ചെയ്യാൻ കഴിയില്ല. സംശയമുണ്ടോ? ഓ, താങ്ക്സ് മാൻ. ഇവൻ മാനല്ല, തത്തയാണ്. ഇതെന്റെ സീറ്റാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന മരുന്ന് കൊണ്ട് ബുദ്ധി പ്രവർത്തിപ്പിക്കാൻ കഴിയുമോ? അതെന്തിനാ? കാരണം എന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നേ ഇല്ല. അങ്ങനെ ആര് പറഞ്ഞു മാൻ? ഞാൻ മാനല്ല, പൂച്ചയാ. You are so funny. പന്നിയല്ല, ഹണിപ്പൂച്ചയാ. എനിക്ക് അങ്ങോട്ട് വേറെ ചില സംശയങ്ങളും ചോദിക്കാനുണ്ട്. ഞാൻ വാഷ്റൂമിലേക്ക് പോയിട്ട് വരാം, പിന്നീട് സംസാരിക്കാം. അവൻ പോയി. ഇതാണ് തക്ക സമയം. അല്ല, താൻ ഇത്ര പെട്ടെന്ന് തിരിച്ചെത്തിയോ? അതെ, സമയമില്ല. ലാൻഡിംഗ് ചെയ്യാൻ എന്താ ഇത്രയ്ക്ക് ധൃതി? നീ എന്താ കാറ്റിൽ കൂടെ പറന്നുപോയി ലാൻഡിംഗ് ചെയ്യാൻ പോവുകയാണോ? യെസ് പ്രൊഫസർ സ്പ്രിംഗ്. ഹണി മിസ്റ്റർ സ്പ്രിന്റിനെയും കൊണ്ട് താഴേക്ക് ചാടി. സംശയമുണ്ടോ? എന്നാൽ അവൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അത് കിഡ്നാപ്പേഴ്സ് ആണ്. ആരെങ്കിലും പ്രൊഫസർ സ്പ്രിൻഡിനെ രക്ഷിക്കേ. വേഗം ചെല്ലൂ. പാരഷൂട്ട് തരൂ. എടാ, എനിക്കും പാരഷൂട്ട് തരൂ. നീ തത്തയല്ലേ, നിനക്ക് പറക്കാൻ കഴിയും. സോറി, ഞാൻ ആ കാര്യം മറന്നുപോയി. വേഗം വരൂ. രക്ഷിക്കൂ, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. താങ്ക്സ്. ചേട്ടായി, ഈ പാരച്ചൂട്ട് എങ്ങനെയാ തുറക്കുക? ഇങ്ങനെ പേടിക്കണ്ട, ഞാൻ അങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയാ വന്നിരിക്കുന്നത്. ഇപ്പൊ നിന്നെ രക്ഷിക്കേണ്ടത് ഞാനാണ്. പാരച്ചൂട്ടില്ല, നീ എന്തിനാ ചാടിയത്? എടാ, നീ എന്തായി കാണിക്കുന്നത്? നമ്മൾ രണ്ടുപേരും താഴേക്ക് വീഴും. സംശയമുണ്ടോ? നമ്മൾ ഉടൻ തന്നെ ഹണിയെയും പോപ്പട്ടിനെയും രക്ഷിച്ചാൽ മതിയാകൂ. ശരി. അതാ മണ്ടന്മാർ, വേഗം വണ്ടി എടുക്ക. അവർ പ്രൊഫസർ സ്പ്രിന്റിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയി. ഈ കിഡ്നാപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് ആരായിരിക്കും?
ഞാനാണ് ജുര. എന്നോട് കളിക്കുന്നവന്റെ കാര്യം പോക്ക. താനെന്തിനാ ഞങ്ങൾ സയന്റിസ്റ്റുമാരെ എല്ലാം കിഡ്നാപ്പ് ചെയ്തത്? എനിക്ക് ശക്തി കിട്ടണം, വലിയ ശക്തി കിട്ടണം. ഞാനാണ് ജുര. എന്നോട് കളിക്കുന്നവന്റെ കാര്യം പോക്ക. ചെറുതായിട്ട് ബാലൻസ് പോയി. ഞങ്ങളെ എന്തിനാ കിഡ്നാപ്പ് ചെയ്തത്? അതെ, എന്തിനാ കിഡ്നാപ്പ് ചെയ്തത്? എനിക്ക് നിത്യ യൗവനം വേണം. അതെയോ? അതിനുവേണ്ടി ഞാനെന്താ ഡാൻസ് കളിക്കണം? ഭാഷ കളിക്കുകയാണോ? അനുഭവിക്കും. ഞാനാണ് ജുര. എന്നോട് കളിക്കുന്നവന്റെ കാര്യം പോക്ക. ഞാൻ ആ രഹസ്യം അറിഞ്ഞു. നിങ്ങൾ എല്ലാ സയന്റിസ്റ്റുകളും ചേർന്ന് ശക്തി കൂടുവാനുള്ള മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. നിങ്ങൾ ആ മരുന്ന് എനിക്ക് നൽകണം. അത് കഴിച്ചിട്ട് ഈ ലോകം തന്നെ എനിക്ക് ഭരിക്കണം. അതിനെ കൊണ്ട് ശക്തി മാത്രമേ നൽകാൻ കഴിയൂ, പക്ഷെ ആയുസിന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഇയാൾ ഇവിടെ നിന്നും കൊണ്ടുപോ. ഇയാളുടെ ഈ മുഖം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഓ, അപ്പോൾ ഞാൻ സ്വതന്ത്രനായല്ലേ? യെസ്. ഉടൻ തന്നെ ആ ജനല വഴി പോയില്ലെങ്കിൽ താൻ പിന്നെ ഒരിക്കലും ഇവിടെ നിന്നും പോവില്ല. ഓടിക്കോ. ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള തക്ക സമയം ഇത് തന്നെയാ. രക്ഷിക്കണേ, വേണ്ടാ, രക്ഷിക്കണേ, ഞാനിപ്പോൾ താഴേക്ക് പോകൂ. തീർന്നു. 5000 അടിയുടെ മുകളിൽ നിന്ന് അവൻ താഴേക്ക് വീണിരിക്കുന്നത്. താൻ ആ പ്രൊഫസറെ കൊന്നുവല്ലേ? ഇല്ല, അയാൾ തിരിച്ചു വരും. ഞാനാണ് ജുര. എന്നോട് കളിച്ചാൽ കാര്യം പോക്ക. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും. ഇവിടെ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല. മരുന്നുണ്ടാക്ക്, എന്നിട്ട് ഇവിടുന്ന് പോവാൻ നോക്ക്. ഇവിടെ നിന്ന് നിങ്ങളെ ആർക്കും രക്ഷിക്കാൻ കഴിയുകയില്ല. മിസ്റ്റർ സ്പ്രിന്റിനെ അവർ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. ഇത് വലിയ പ്രശ്നമാകും. ഇപ്പോൾ 7 സയന്റിസ്റ്റുകൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ അവരെ രക്ഷിക്കാനായി ഒരുപാട് ട്രൈ ചെയ്തു. എന്നാൽ അവർ സയന്റിസ്റ്റിനെയും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു. ചെറുതായാൽ ഉണ്ണിയപ്പം, വലുതായാൽ നെയ്യപ്പം. ഇവർ പരിശ്രമിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. അടികൈ. അവരെ സൂപ്പർ ടീം എക്സിനെ കൊണ്ട് രക്ഷിക്കാനാവൂ. എന്നാൽ ആരാണ് രക്ഷിക്കുക? അത് മാവിൽ നിന്നും ചക്ക പറിക്കാനും പറ്റില്ല. കിഡ്നാപ്പേഴ്സ് ആരാണ്? അവരെ എങ്ങനെയാണ് കണ്ടെത്തുക? അടികൈ. അവരടുത്ത പ്രാവശ്യം കിഡ്നാപ്പ് ചെയ്യാൻ വരുമ്പോ അവരെ പിടികൂടാം. അവർ വീണ്ടും കിഡ്നാപ്പ് ചെയ്യുമെന്ന് അങ്ങേക്ക് എങ്ങനെ അറിയാം? ആ കിഡ്നാപ്പേഴ്സിന് എന്തായാലും ഫോർമുലയ്ക്ക് വേണ്ടി എല്ലാ സയന്റിസ്റ്റുകളെയും അത്യാവശ്യമാണ്. എന്നാൽ അവർക്ക് ഒരു സയന്റിസ്റ്റിനെ കിഡ്നാപ്പ് ചെയ്താൽ മതിയല്ലോ. അതൊരിക്കലും സംഭവിക്കില്ല. എല്ലാ സയന്റിസ്റ്റുകളും മാരത്തോൺ പോലെയാ, ഒരേ സമയത്ത് ജോലി ചെയ്യുകയില്ല. നിത്യയൗവനം അവർക്ക് കിട്ടണമെങ്കിൽ മാരത്തോൺ അത്യാവശ്യമാണ്. അത് ശരിയാ. മാരത്തോണിൽ കുറഞ്ഞത് 20-30 കിലോമീറ്റർ എങ്കിലും ഓടേണ്ടി വരും. അതുകൊണ്ട് ലങ്സിന് നല്ലതാണ്, കൂടാതെ നല്ല ബ്രീത്തിങ്ങും കിട്ടും. എടാ മരമണ്ട, ഞാൻ പറഞ്ഞത് മാരത്തോൺ റേസിനെ കുറിച്ചല്ല. ഞാൻ പറഞ്ഞത് പ്രൊഫസർ മാരത്തോനെ കുറിച്ചാണ്. നമ്മുടെ പ്രൊഫസർ മാരത്തോണിനെ കുറിച്ചാണോ? അതെ, അദ്ദേഹം തന്നെയാ. ആ ഫോർമുല കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹമാണ് സയന്റിസ്റ്റുകളുടെ ടീമിനെ ലീഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നത് മാരത്തോൺ തന്നെയായിരിക്കും. സംശയമുണ്ടോ? അതെ, ശരിയാ. അവിടെ വെച്ച് നമുക്ക് അവരെ പിടികൂടാം. സൂപ്പർ ടീം എക്സ് ഉടൻ റെഡിയാകൂ. സൂപ്പർ ടീം എക്സ് ഈസ് റെഡി. ഞങ്ങൾ ഉള്ളപ്പോൾ പ്രൊഫസർ മാരത്തോണിന് ഒന്നും സംഭവിക്കില്ല. അതെ.
ഇതാണ് പ്രൊഫസർ മാരത്തോണിന്റെ വീട്. ഉടൻ തന്നെ റെഡിയാക്. ഇത് പ്രൊഫസർ മാരത്തോണിന്റെ വീടെന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. അതെ, അഡ്രസ് ഇത് തന്നെയാണ്. വരൂ, അകത്തേക്ക് പോകാം. അതെ, ഞാൻ എന്റെ റിസർച്ച് തുടങ്ങാൻ പോവുകയാണ്. മാരത്തോൺ എന്നാണ് എന്റെ പേര്. റിസർച്ച് ആണ് എന്റെ ജോലി. എന്റെ കൈക്ക് കുറച്ച് വേഗത കൂടുതലാണ്. ഞാൻ കുറച്ച് വേഗത കുറയ്ക്കേണ്ടതാണ്, അല്ലെങ്കിൽ എല്ലാം നശിക്കും. ചേട്ടായി, പൊന്നു ചേട്ടായി, വരും, നമുക്ക് പണി തുടങ്ങാം. ഈ മണ്ണെന്റെ ജീവനാ. ഈ മണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അല്ല ഭായ്, സൊല്യൂഷൻ എവിടെയാ പോയതാ? ഇതാണ് എന്റെ സൊല്യൂഷൻ. ഞാൻ ഇവിടെ എല്ലാം സൊല്യൂഷൻ തളിക്കാൻ പോകുന്നു. വേഗം താ. ഇന്നെ പിടിച്ചോ. എന്താടാ ഈ കാണിക്കുന്നത്? താനല്ലേ ചോദിച്ചത്? ബോംബാടാ കഴുതേ. ഓ സോറി. അയ്യടാ, ഇത് വർക്കിംഗ് ആയല്ല. എല്ലാം കുളമായി. അല്ല, ആരാ നിങ്ങള്? ഞങ്ങൾ നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നിർത്ത്. നിനക്ക് എത്രമാത്രം ധൈര്യമുണ്ടായിട്ടാ നീ എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നത്? വേഗം പോയി അവരെ പിടിക്കുക. വേണ്ട വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ പറയണത് കേക്ക്. എന്നെ ഒന്നും ചെയ്യരുത്. ആരാ ഇങ്ങനെ ചെയ്തത്? ഞാനാ. പ്രൊഫസറിനെ വിട്ടേക്ക്. നീ ആരാണെന്ന് പറയാ? സൂപ്പർ ടീം എക്സ്. ഇവിടെ നടക്കുന്ന ഫുട്ബോൾ കളിയൊന്നുമല്ല. മാറ്. ഇവിടെ മാച്ച് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു. കളിക്കാര് ഞങ്ങളും ഫുട്ബോൾ നിങ്ങളുമാണ്. സംശയമുണ്ടോ? റെഡി സ്റ്റഡി ഗോ. ഇത് കണ്ടല്ലോ നിങ്ങൾ. ഇത് കണ്ടോ നീ? ഇതെന്താണ്? മാജിക്കാ. ഇപ്പോൾ ഇത് കണ്ടോ? ഇതിന്റെ കാര്യം ട്രാജിക്കാണ്.
എടേ ഇതാ ഇത് നീ വാങ്ങിച്ചോ. എന്റെ അമ്മോ, 2 ഗാങ് ഉണ്ടല്ലോ. എന്താ സംഭവിക്കുന്നേ? ഓയ് എടേ ഒന്ന് പതുക്കെ, കൊച്ചുകുട്ടിയുടെ ജീവൻ എടുക്കാൻ നോക്കുകയാണോ? നീ എന്താ ഈ കാണിക്കുന്നത്? ഇവിടെ പോകാം. അവരെ പിന്തുടരേ. ഇതെന്താ സംഭവിക്കുന്നേ? പ്രൊഫസർ ഷട്ടർ പൊക്ക്, ഞങ്ങൾക്ക് അവരെ പിടികൂടണം. ഈ ഷട്ടർ 10 മിനിറ്റ് നേരത്തേക്ക് തുറക്കുകയില്ല. എന്നോട് കളിക്കുന്നവർക്ക് ഞാൻ വെച്ച കിടി തന്നെയാണിത്. ഈ സമയത്തിനുള്ളിൽ ഞാൻ എന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി പോലീസിനെ വിളിക്കും. എങ്ങനെ ഉണ്ടെന്റെ ബുദ്ധി? വേണ്ട മക്കളെ, കളി എന്നോട് വേണ്ട, പറഞ്ഞേക്കാം. സോർദാറെ, കളി മാറിയെന്നാ തോന്നുന്നേ. സർ, ഞങ്ങൾ നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് വന്നത്. അവരെ പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രൊഫസർ സാറേ, സാർ ഞങ്ങളുടെ കൂടെ ഒരു സേഫായ സ്ഥലത്തേക്ക് വരണം. അവർ ഇന്റർനാഷണൽ ഗാങ് ആണ്. അവർ നിങ്ങളെ വീണ്ടും കിഡ്നാപ്പ് ചെയ്യാനായി നോക്കും. അപ്പൊ ഇതാണോ കാര്യം? ശരിയെന്നാ നമുക്ക് ഉടനെ തന്നെ പോകാം. ഞാനാണ് ജുര. എന്നോട് കളിച്ചാൽ പോക്ക. ആരാണത്? എന്റെ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്ന ദുഷ്ടന്മാർ. അത് സൂപ്പർ ടീം എക്സാ. സൂപ്പർ ടീം എക്സോ? ഇതെന്തു കുന്തമാണ്? ഒരു ടീമാ, 4 പേരുണ്ട് അതിൽ. ഞങ്ങൾ പ്രൊഫസർ മാരത്തോണെ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞതായിരുന്നു. പിന്നെ അവർ വന്നു, അയാളെ രക്ഷപ്പെടുത്തി. നിങ്ങൾ എന്തിനാ വിട്ടിട്ട് വന്നത്? അവന്മാരെല്ലാം കൂടി ചേർന്ന് ഞങ്ങളെ ഇടിച്ച് ചമ്മന്തിയാക്കി. അത് ശരി, അപ്പോൾ ആ ടീം എനിക്ക് തലവേദനയാ. ഞാനാണ് ജുര. എന്നോട് കളിക്കുന്നവന്റെ കാര്യം പോക്ക. ആ പ്രൊഫസറിനെ എങ്ങനെ പിടികൂടണമെന്ന് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെ? അതൊക്കെയുണ്ട്. ഉടൻ തന്നെ സാറ്റലൈറ്റിനെ കണക്ട് ചെയ്യേ. എന്താണിത്? ഡംബൽസ് എങ്ങനെ അടിക്കണമെന്ന് ഇപ്പോൾ പഠിപ്പിച്ചു തരാം. 1, 2. അല്ല ഭായ്, ഈ ഫിറ്റ്നസ് ഷോയുടെ ഇടയ്ക്ക് ഈ കോമാളി എവിടെ നിന്നാ വന്നത്? താൻ ആരാണെന്ന് അറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കാൻ. താൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഹായ് ഹായ് ഹായ്. ഇതെന്താണ്? എന്റെ സൂപ്പർ സ്റ്റാറിനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് ആരാണ്? അല്ല ഇതാരാണ്? എനിക്കറിയില്ല. ഞാനാണ് ജുര. എന്നോട് കളിക്കുന്നവരുടെ കാര്യം പോക്ക. കൊച്ചളിയ നോക്ക്, ഇദ്ദേഹമാണ് ജുര. കോമഡിയാ. മനുഷ്യന്റെ രൂപമുള്ള ചിമ്പാൻസി പോലെ. ഞാൻ ജുര. എന്നോട് കളിക്കുന്നവരുടെ കാര്യം പോക്ക. ഈ മെസ്സേജ് സൂപ്പർ ടീം എക്സിന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ പ്രൊഫസർ മാരത്തനെ ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. കൊച്ചളിയ, ഇയാളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എടാ, ഇവനിട്ട് 2 കൊടുത്താലോ? സംശയമുണ്ടോ? മിണ്ടാതിരിക്കേ, പറയുന്നൊന്ന് കേൾക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ തന്നെ മാരത്തനെ എന്റെ കയ്യിൽ എത്തിച്ചില്ല എങ്കിൽ നിങ്ങളുടെ സിറ്റിയെ തന്നെ ഞാൻ നശിപ്പിക്കും. അല്ല, ഇയാൾ ആരാണ്? ഇയാളാണ് പ്രൊഫസർ മാരത്തോണിനെ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കിയ ആള്. ഇയാൾക്ക് ഇപ്പൊ പിടികിട്ടി. സൂപ്പർ ടീം എക്സ് ഉള്ളപ്പോൾ ഇവിടെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ലെന്ന്. ഇത് അവസാനത്തെ വാണിംഗ് ആണ്. എന്റെ പേര് ജുര. എന്നോട് കളിക്കുന്നവരുടെ കാര്യം പോക്ക. കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഉറക്കക്കുളിയെ കഴിച്ച് വീട്ടിൽ തന്നെ കിടക്കാൻ നോക്കൂ. കാരണം പുറത്ത് ജുരയും അവന്റെ ആൾക്കാരും ആക്രമണം തുടങ്ങി. ഇങ്ങോട്ട് നോക്കൂ. ഇനി നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാകൂ.
വേഗം വാ, സൂപ്പർ ടീം എക്സ് ആകാനുള്ള സമയമായി കഴിഞ്ഞു. ഓടിക്കോ, ഓടിക്കോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിൽക്കവിടെ, വിടില്ല ഞാൻ. ഓടിക്കോ, ഓടിക്കോ, എങ്ങോട്ടാണ് ഓടുന്നത്? ഇപ്പൊ കാണിച്ചു തരാം. നിൽക്കട അവിടെ, ആരെയും വെറുതെ വിടില്ല. എന്നെ പിടിച്ചോ. ഈ പട്ടണം തന്നെ ഞങ്ങൾ നശിപ്പിക്കാം. ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എന്താ ഇത്? അയ്യോ, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, രക്ഷിക്കണേ. കിടന്നുറങ്ങിയപ്പോൾ കൊതുക് കടിച്ചു. അവസാനം ഉമാരന്റെ നടു ഓടിച്ചു. അടികൈ എന്റെ മച്ചി. അനങ്ങിപ്പോവരുത്. ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. സംശയമുണ്ടോ? എടാ, നമ്മൾ അനങ്ങാതിരുന്ന പിന്നെ എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ കഴിയാ? എടാ കഴുതേ, പൊപ്പട്ട് പറഞ്ഞത് നിന്നോടല്ല, നിഞ്ചാസിനോടാണ്. ഓ, ഞങ്ങളൊക്കെ പേടിച്ചു പോയി. അന്ന് ഞങ്ങൾ 4 പേരായിരുന്നു, എന്നാൽ ഇന്ന് 8 പേരുണ്ട്. നിങ്ങൾ 8 അല്ല 80,000 പേരുണ്ടെങ്കിലും ഞങ്ങൾ നേരിടും. സംശയമുണ്ടോ? ദുഷ്ടന്മാരെ ഞങ്ങൾ ഒരിക്കലും വെറുതെ വിടില്ല. ഡയലോഗ് നിർത്തിയിട്ട് അടികൂടാൻ വാടാ. വേഗം വാ. മര്യാദയ്ക്ക് പ്രൊഫസർ മാരത്തോണെ ഞങ്ങൾക്ക് വിട്ടു തന്നേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ആപത്തുണ്ടാകും. പ്രൊഫസർ എന്റെ പോക്കറ്റിനകത്തുണ്ട്. വേഗം വാ, വന്നെടുത്തോ. നീ എന്തിനാ പ്രൊഫസറിന്റെ അടുത്ത് നിന്റെ പോക്കറ്റിലിട്ടത്? ഒരുപക്ഷെ ഇവരെങ്ങനെ എടുത്തോണ്ട് പോയാലോ? ഹണി, പോപ്പട്ട് അവരെ കളിയാക്കി തമാശ പറഞ്ഞതാണ്. നമ്മൾ ടീം എക്സ് ആയിട്ട് മാറി തമാശ പറയാനാണോ ഇങ്ങോട്ട് വന്നത്? പ്ലാൻ എന്താണ്? ഈ നിഞ്ചാസിനെ പിടിച്ചിട്ട് ഇവർക്ക് നല്ല തല്ല് കൊടുത്തിട്ട് ഇവരുടെ ബോസിനെ കണ്ടെത്തുക എന്നുള്ളതല്ലേ? അത് തന്നെ നമ്മൾ ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ലത്. എന്റെ അമ്മോ, ഇവന്മാർ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, നമ്മോട് ഫൈറ്റ് ചെയ്യേയില്ല. പണി, ഇവരോട് സംസാരിക്കുന്നോണ്ട് ഒരു കാര്യവുമില്ല. നമുക്ക് അറ്റാക്ക് തുടങ്ങാം. അറ്റാക്ക്! അറ്റാക്ക്! ഓടിക്കോ, ഇവരുടെ കയ്യിൽ സൂപ്പർ പവർ ഉണ്ട്. ഇതെന്റെ മുത്തശ്ശൻ ഉണ്ടാക്കിയ അടിപൊളി സാധനമാണ്. ഇന്ന് പിടിച്ചോ. മര്യാദയ്ക്ക് ഞങ്ങളുടെ ആൾക്കാരെ വിട്ടേക്ക്, അല്ലെങ്കിൽ ഇവന്റെ പണി ഞങ്ങൾ തീർക്കാം. വേണ്ട വേണ്ട, അദ്ദേഹത്തെ വിട്ടേക്ക്. നീ പറയുന്നത് പോലെ കേക്കാം. നിൽക്ക്. കന്നാസാറിനെ വിട്ടേക്ക്. ഓടിക്കൊണ്ടിരുന്ന ട്രക്ക് പെട്ടെന്ന് മറിഞ്ഞു. ആ നിഞ്ചാസ് എന്നെ കാറിൽ നിന്ന് വലിച്ചെറിഞ്ഞു. അടി കൈ.
എന്താടാ ഇത്? മനസാക്ഷിയില്ലാതെ നിന്ന് കൈയടിക്കുക. അവന്മാർ ഇപ്പൊ പോയാലും തീർച്ചയായിട്ടും വീണ്ടും അറ്റാക്ക് ചെയ്യും. ശരിയാ, നമ്മൾ ജനങ്ങളെ വെച്ച് റിസ്ക് എടുക്കാൻ പാടില്ല. നമ്മൾ പ്രൊഫസർ മാരത്തോണ് ഇവരുടെ അടുത്ത് കൊടുത്തേ മതിയാകൂ. ഒരു പ്ലാൻ ഉണ്ട്, വാ പോകുന്ന വഴിക്ക് ഞാൻ പറയാം. എന്നാൽ എങ്ങോട്ടാ പോവുക? തോത്താറാമിന്റെ അടുത്തേക്ക്. അതെ ബായ്, ജിമ്മിലേക്ക് ആരും വന്നില്ലെങ്കിലും നല്ല രസമുണ്ട്. നന്നായിട്ട് എക്സർസൈസ് ചെയ്യാൻ കഴിയുന്നു. ഏയ്, ആ. എന്താ ബായ്, എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? തോത്താറാം, ഞങ്ങൾക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. കൂട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയാണ് തോത്തറാം ജീവിക്കുന്നത് തന്നെ. പറയേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? മുള്ളു കൊണ്ടാലാകും ടയർ പഞ്ചർ. തോത്താറാമേ, ഞങ്ങൾ നിന്നെ ആക്കും പ്രൊഫസർ അടികൈ. കോളേജ് പിള്ളേരുടെ മുന്നിൽ പറഞ്ഞേക്കരുത്, അവസാനം അവന്മാരെ പഞ്ചറാക്കും. പൊട്ടിയ പാട്ടയിൽ എത്ര വെള്ളം ഒഴിച്ചാലും ഒരു പ്രയോജനവുമില്ല. തോത്തറാമേ, ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്ക്. നീ വലിയൊരു ദൗത്യമാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. ഏത് ദൗത്യം? പണ്ട് വന്ന ഒരു സിനിമയുണ്ടല്ലോ, അതിനെ കുറിച്ചാണോ പറയുന്നത്? എടാ, ഇത് സിനിമ പേരല്ല, ദൗത്യമാണടാ. ദൗത്യം എന്ന് വെച്ചാൽ മിഷൻ. അതിനെ കുറിച്ചാണ് പറയുന്നത്. എന്റെ സുഹൃത്തെ, നീ പ്രൊഫസർ മാരത്തോൺ ആയിട്ട് അഭിനയിക്കാണ് വേണ്ടത്. എന്റെ ഭായ്, ഞാൻ തീർച്ചയായും അഭിനയിക്കാം. അതിനു വേണ്ടിയാ ഞാൻ ജനിച്ചത്. എന്റെ അമ്മച്ചി ഇങ്ങോട്ട് നോക്ക്, ഇത് ചെയിനെ. അമ്മച്ചിയുടെ മോനിപ്പോ കോടീശ്വരനായിരിക്കുക. ഇത് കണ്ടോ, ഇതാണ് തോക്ക്. എന്നാൽ നീ കഴുതയാണ്. ഇവനെ കൊണ്ട് കഴിയില്ല, സംശയമുണ്ടോ? അതെ ഭായ്, എനിക്കതൊന്നും ശരിയാവില്ല. എനിക്ക് കോമഡിയുടെ ക്യാരക്ടർ മതി. ഞാൻ നന്നായി ഡാൻസും കളിക്കാം. തോത്താറാമേ, ഇത് സിനിമയല്ല, ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. നോക്ക് തോത്താറാമേ, പ്രൊഫസർ വലിയൊരു സയന്റിസ്റ്റ് ആണ്. അതെ, അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒരു 80 വയസ്സെങ്കിലും പ്രായം ഉണ്ടാവും. കഴുതേ, ഞാൻ വയസ്സിനെ കുറിച്ചല്ല സ്റ്റാറ്റസിനെ കുറിച്ച് പറയായിരുന്നു. ഇതാ നോക്ക് തോത്താറാം, പ്രൊഫസർ മാരത്തോൺ ആപത്തിലാണ്. ഒരു ഇന്റർനാഷണൽ ഗ്യാങ് അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നു. എന്നാൽ ഞങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാക്കി. ഞങ്ങൾ പ്രൊഫസർ മാരത്തോണിന്റെ ഗെറ്റപ്പ് നിനക്ക് നൽകും. നീ കിഡ്നാപ്പായി അവരോടൊപ്പം പോകണം. അവിടെ എത്തിയതിനു ശേഷം ആ അഡ്രസ് ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾ ഉടൻ തന്നെ അവിടെ എത്തി ആ ക്രിമിനൽസിനെ പിടികൂടും. എന്റെ ഭായ്, എന്തിനാ വെറുതെ എങ്ങനെ സമയം കളയുന്നേ? അവൻ അവിടെ വന്ന ഉടൻ തന്നെ ഞാൻ അവനെ പിടിച്ച് ഇടിച്ച് പഞ്ഞിക്കിടാന്നേ. നിങ്ങൾ അവനെ പിടിച്ചോ. വലിയ ബോൾ കൊണ്ട് കളിച്ചാൽ ഫുട്ബോൾ ആണ്. തോത്താറാമിന്റെ അടി അടിപൊളിയാണ് അടികൈ. എന്ത് അടിപൊളിയെന്നാ? കിഡ്നാപ്പ് ചെയ്യാൻ ഗുണ്ടകളെ വരുള്ളൂ, യഥാർത്ഥ ബോസ് അല്ല. നമുക്ക് പിടിക്കേണ്ടത് ബോസിനെയാണ്, സംശയമുണ്ടോ? ആ, നമ്മൾ അവിടെ നിന്ന് ബാക്കിയുള്ള സയന്റിസ്റ്റിനെ രക്ഷപ്പെടുത്താനുണ്ട്. ഓ, അങ്ങനെയാണോ കാര്യം? എങ്കിൽ ഞാൻ റെഡി. ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നിന്നെ പ്രൊഫസർ മാരത്തോണിനെ പോലെ ആക്കും. നമ്മുടെ പ്ലാൻ കൃത്യമായി നടക്കണം. കിഡ്നാപ്പേഴ്സിന് ഒരു സംശയവും വരരുത്. അവർക്ക് തോന്നേണ്ടത് ഞങ്ങൾ പ്രൊഫസറിനെ രക്ഷപ്പെടുത്താൻ നോക്കി, പക്ഷെ തോറ്റുപോയി. ശരിയല്ല, ഉടൻ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിക്ക്. തോത്താറാമേ, മാരത്തോൺ സയന്റിസ്റ്റ് ഓരോ സമയവും ഓരോ ആക്ടറിന്റെ ശബ്ദത്തിലാ സംസാരിക്കുന്നേ. നിനക്കതിന് കഴിയോ? കഴിയും. ഇതാ നോക്ക. എന്റെ അടുത്ത് കളി നടക്കില്ല മോനെ. കളിച്ചാൽ കളി ഞാൻ പഠിപ്പിക്കും, പറഞ്ഞേക്കാം. നിങ്ങൾ ബജാറാവണ്ട, ഇപ്പൊ ശരിയാക്കി തരാം. ശരി, ഞാനൊരു വികാര ജീവിയാണ്. ഇവൻ പൊളിക്കും, സംശയമുണ്ടോ? അതെ ചേട്ടാ, സമയം എത്രയായി മോനെ? വെറുതെ എന്നെ കൺഫ്യൂഷൻ ആക്കരുത്. ഞാൻ പ്രൊഫസർ മാരത്തോൺ അല്ല കേട്ടോ. അല്ല, എന്റെ മനസ്സിലായോ? ഞാൻ പ്രൊഫസർ മാരത്തോൺ അല്ലെന്നേ. നീ പ്രൊഫസർ അല്ല, എന്നാൽ നീ വട്ടൻ തന്നെയാണ്. അതെ ചേട്ടായി. റോബർട്ട്, അതായത് റോബർട്ട്, ഒരു ചിക്കൻ കറിയും 4 പൊറോട്ടയും കഴിക്കാനായിട്ട് വേഗം ഇങ്ങോട്ടെടുക്ക്. പിന്നൊരു കാര്യം, ഞാൻ പ്രൊഫസർ മാരത്തോണയല്ല. ടേക്ക് ഇറ്റ് ഈസി. ഹലോ പ്രൊഫസർ മാരത്തോൺ, ഇവിടെ കടയിൽ നിന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. വേഗം വാ. താൻ എന്താണോ ഈ വെട്ടി വിഴുങ്ങുന്നത്? വിഴുങ്ങല്ല, ഞാൻ കഴിക്കുകയാണ്. ദേഷ്യക്കാരനാന്ന് തോന്നുന്നു.
നോക്ക്, ഞാൻ പ്രൊഫസർ മാരത്തോണെ അല്ല. അതെയോ? ഞാനും പ്രൊഫസർ മാരത്തോണെ അല്ല. ചേട്ടായി നന്നായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, വേഗം ഒരെണ്ണം കൂടെ കഴിക്കാനെടുക്ക. ഓടിക്കോ, വേഗം ഓടിക്കോ. എന്റെ പൊന്നിയേട്ടാ, പാരിപ്പൂരി കഴിക്കട്ടെ, എനിക്ക് വല്ലാതെ വിശക്കുന്നതേ. പ്രൊഫസർ സാറേ പേടിക്കണ്ട, സൂപ്പർ ടീം എക്സ് എത്തിക്കഴിഞ്ഞു. ഞാൻ രക്ഷപ്പെട്ടു. കൂട്ടുകാരെ അറ്റാക്ക്! ആ പ്രൊഫസറിനെ വേഗം പിടിക്കേ. വേഗം വാ, അദ്ദേഹത്തെ രക്ഷിക്കാൻ. നമുക്ക് ഉടൻ തന്നെ സൂപ്പർ ബൈക്കിൽ പോകാം. എന്റെ ഭായി ഒരു 2 മിനിറ്റ് നടത്താവോ? അതെന്തിനു വേണ്ടിയോ? എനിക്ക് വല്ലാതെ വിശക്കുന്നു മോനെ. എന്ത് കഴിക്കണമെങ്കിലും ബോസിന്റെ അടുത്ത് പോയി കഴിക്കാം. അവിടെ എല്ലാം കഴിക്കാൻ കിട്ടും. എന്താണ് നിന്റെ ബോസ് അവിടെ ഹോട്ടൽ നടത്തുകയാണോ? എന്താണത്? ട്രാൻസ്പെറന്റ് ബലൂൺ. നമുക്ക് പുറത്തുള്ളതെല്ലാം കാണാൻ കഴിയും, എന്നാൽ പുറത്തുള്ളവർക്ക് നമ്മളെ കാണാൻ കഴിയില്ല. ഓക്കേ. എടാ ഒന്ന് നോക്കി പോയിക്കൂടെ നിനക്ക്? നീ എങ്ങാനും ഇടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ചമ്മന്തി ആവുമായിരുന്നു. ട്രക്ക് ഡ്രൈവറിന് നമ്മളെ കാണാൻ കഴിയുകയില്ല. എന്താ അയാൾക്ക് എന്താ കണ്ണ് കണ്ടൂടെ? കൊച്ചളിയാ, അയാൾക്ക് കാഴ്ചയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ട്രക്ക് ഓടിക്കുക? കഴുതേ, നമ്മൾ ഈ ബലൂണിന്റെ അകത്തായതുകൊണ്ട് അവന് കാണാൻ കഴിയില്ല. എല്ലാവരും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്ക. എന്റെ ചേട്ടായി, ഇനി എത്ര ദൂരമുണ്ട്? എന്നെ കടത്തിക്കൊണ്ടു പോകുന്ന അമേരിക്കയിലേക്കാണോ? നമ്മൾ എപ്പോ എത്തും? വേഗം പറയൂ. മിണ്ടാതിരിക്കേ. മാറ്, വഴിന്ന് വേഗം മാറ്. രക്ഷപ്പെട്ടു. തീന്ന് ചാടി വറച്ചട്ടയിൽ വീഴുന്ന പോലെയായി. സംശയമുണ്ടോ? കഴുതേ, ഇത് വറചട്ടിയല്ല, മരത്തിന്റെ ചില്ലയാണ്. വെറുതെ വഴക്ക് കൂടണ്ട, നമുക്ക് വണ്ടി വേഗം താഴേക്ക് ഇറക്കാൻ നോക്കാം. ബണി, നമ്മൾ നദിയിൽ കുടുങ്ങി. ഇനി എങ്ങനെയാ രക്ഷപ്പെടുക? നമ്മൾ നദിയിൽ കുടുങ്ങി. തോത്താറ മുകളിൽ കുടുങ്ങി. മുകളിലേക്ക് പോകാനുള്ള എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. നമുക്ക് ഈസി ആയിട്ട് മുകളിലേക്ക് പോകാം. അമ്മാവനുള്ള കാര്യം നമ്മൾ ഓർത്തതേ ഇല്ല.
വേഗം കയറി ഇരിക്കേ. ഞാനാണ് ജുര. എന്നോട് കളിക്കുന്നവരുടെ കാര്യം പോക്ക. എന്തൊരു നാറ്റം! രാവിലത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ലേ? ലോകത്തിൽ ആരാണെങ്കിലും രാവിലെ വയറ് വൃത്തിയാക്കിയില്ലെങ്കിൽ ഇതുപോലുള്ള നാറ്റം വരും. അല്ല, അത് ഞാനല്ല. ഇവനെ എടുത്ത് പുറത്ത് കളയേ. യെസ് സർ. എന്റെ പൊന്നു സാറേ, സാറെന്തിനാ ഈ വൃത്തികെട്ട പേര് വെച്ചിരിക്കുന്നത്? അങ്ങയുടെ പേര് ജിറാഫ്, അങ്ങയുടെ അച്ഛന്റെ പേര് ജിറാഫ്, നിങ്ങളുടെ അമ്മയുടെ പേരെന്താ? സിറപ്പെന്നാണോ? ഞാൻ തമാശ പറഞ്ഞതാ. അല്ല, ഇത് പ്രൊഫസർ മാരത്തോണെ അല്ല. സ്പ്രിംഗ്, തനിക്ക് എന്നെ കുറിച്ച് എന്തറിയാവുന്ന? തനിക്കൊരു ചുക്കും അറിയില്ല. മാരത്തോൺ ആരാണെന്നറിയോ? ഞാൻ തന്നെയാ മാരത്തോൺ. പ്രൊഫസർ മാരത്തോൺ, ഞാനാണ് ജുര. എന്നോട് കളിക്കുന്നവരുടെ കാര്യം പോക്ക. എനിക്ക് നിത്യയവന് ലഭിക്കണം. ആയിക്കോ. കോർട്ടിൽ പോയി അഫിഡവിറ്റ് എടുത്ത് താൻ തന്റെ പേര് ഉടൻ തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ. അല്ല, താനൊരു കാര്യം പറഞ്ഞേ, തന്റെ സർനെയിം എന്താണ്? ചുരമാണോ അതോ ചുണ്ടലിയോ? തമാശ കുറച്ച് കൂടിപ്പോയി. നിങ്ങളുടെ എക്സ്പെരിമെന്റ് എനിക്ക് വേണ്ടി ഉടൻ തന്നെ ചെയ്യണം. കുടുങ്ങിയും തോന്നുന്നു. ഇയാൾ വളരെയധികം ആപത്ത് പിടിച്ച ആളാണ്. എത്രയും പെട്ടെന്ന് സൂപ്പർ എക്സ്ട്രീം വന്നില്ല എങ്കിൽ എന്റെ പണി തീരും. സയന്റിസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാതെ വിഷമം തോന്നുന്നു. എന്താ പറഞ്ഞത്? ഞാൻ അങ്ങയോട് പറഞ്ഞതല്ല, ഇവരോട് പറഞ്ഞതാ. ഉടൻ ജോലി തുടങ്ങിക്കോ. അങ്ങക്ക് നിത്യയൗവനം വരണ്ടേ? അതെ. ഗുഡ്. ടെൻഷൻ അടിക്കണ്ട, ഉടൻ തന്നെ ഇവിടേക്ക് സൂപ്പർ ടീം എക്സ് എത്തും. അതുവരെ നിങ്ങൾ പണിയെടുക്ക. എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ അഭിനയിച്ചാ മതി. എന്താ ഇത്? ഇവിടുന്ന് വീണാൽ നമുക്ക് പൊടി പോലും കിട്ടുകയില്ല. നമുക്ക് ജുറാഫിനെ പിടിച്ചേ മതിയാവൂ. എത്ര വലിയ ദൗത്യത്തിന് വേണ്ടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് നിനക്ക് പൊടി വേണമല്ലേ? കഴുത. സുഹൃത്തുക്കളെ, ഒന്നും കഴിഞ്ഞില്ല എങ്കില് ഏതെങ്കിലും ലിക്വിഡ് എടുത്ത് അതിനകത്ത് എന്തെങ്കിലും ഒന്ന് കലർത്ത്. അവര് നോക്കുമ്പോ പണി തീർന്ന പോലെ തന്നെ ഉണ്ടാകണം. വേഗം തുടങ്ങിക്കോ. എന്റെ അമ്മോ, മേക്കപ്പ് വല്ലാതെ ചൊറിയുന്നു. ഇത് പ്രൊഫസർ മാരത്തൺ അല്ല. എന്റെ പൊന്നെ, ഞാൻ മാരത്തോൺ ആയിരുന്നു, മാരത്തോൺ തന്നെയാണ്, ഇനിയും മാരത്തോൺ തന്നെ ആയിരിക്കും. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? ഞാൻ പറഞ്ഞതല്ലേ ഇത് പ്രൊഫസർ മാരത്തോൺ അല്ല എന്ന്. ഞാനാണ് ജുര. എന്നോട് കളിക്കുന്നവന്റെ കാര്യം പോക്ക. ഇവനെ വെടിവെക്ക്. എന്റെ ഭായ്, മോളിരിക്കുന്നവനെ ഇവരെയൊക്കെ രക്ഷിക്കണേ. എടാ, എന്തായി കാണിക്കുന്നത്? താഴേക്ക് ഇറക്ക്. ഒരു കാര്യം മറന്നു. താഴത്തേക്ക് ഇറങ്ങാനായിട്ട് ബ്ലാക്ക് ബട്ടൺ അമർത്തണോ അതോ ബ്ലൂവോ? രണ്ടും ഒന്നിച്ച് അമർത്ത്. വേണ്ട.
ആരാടാ പെട്ടെന്ന് പടക്കം പൊട്ടിച്ചത്? ഓ, നിങ്ങളായിരുന്നോ? ഇവരാരാണ്? എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാ മുകളിലേക്ക് വന്നത്? കഴുതേ, ഞങ്ങൾ മുകളിൽ തന്നെയായിരുന്നു, താഴേക്കാണ് വന്നത്. നിങ്ങൾ ആരാണെന്ന് വേഗം പറയേ. കാരണം ഞാൻ കൊറിയർ ചെയ്യാൻ പറയാം. കാരണം ശക്തി കൂടിയ ലോകത്തിലെ ധീരന്മാരായ യോദ്ധാക്കളാണ്. ഞാനാണ് ജുര. എന്നോട് കളിക്കുന്നവന്റെ കാര്യം പോക്കാ. അതെയോ? അപ്പൊ നീയാണല്ലേ വില്ലൻ, സയന്റിസ്റ്റുകളെ കിഡ്നാപ്പ് ചെയ്തവൻ? വില്ലനോ? ഞാൻ കഥയിലെ ഹീറോയാണ്. എന്നും യുവാവായി ഈ ലോകം എനിക്ക് ഭരിക്കണം. ലോകത്തെ നിന്റെ അടുത്ത് രക്ഷിക്കാനായിട്ടാണ് സൂപ്പർ ടീം എക്സ് ഇവിടെ എത്തിയിരിക്കുന്നത്. വിടരുത്, പിടിക്കവരെ. വേഗമാവട്ടെ. നിങ്ങൾ തുടങ്ങിക്കോ. ഇന്ന പിടിച്ചോ, ഇന്ന പിടിച്ചോ, ഇന്ന പിടിച്ചോ, നീയും പിടിച്ചോ. ഇപ്പൊ കാണിച്ചു തരാം. ഇന്നാ പിടിച്ചോ. ഇനി നീ എന്ത് ചെയ്യും? ഞാൻ വിടില്ല. എന്നാ പിടിച്ചോ. ഇപ്പൊ കാണിച്ചു തരാം. ഇന്ന പിടിച്ചോ. വേഗമാവട്ടെ. ഓക്കെ സാർ. പിടിക്ക്, രക്ഷപ്പെടാൻ പാടില്ല. എടാ, അഭിനയിച്ചതൊക്കെ മതി. ഇത് ആക്ഷന്റെ ടൈമാണ്. സംശയണ്ടോ? ശരി ബായ്. ഇടിയുടെ പൂരം, അടിയുടെ കൊടുമുടി കാണണോ? എങ്കിൽ എന്റെ അടുത്തോട്ട് വരൂ വേഗം. ഞാനാണ് ജുര. എന്നോട് കളിക്കുന്നവരുടെ കാര്യം പോക്കാ. ഇതെങ്ങനെ വെള്ളം നിന്ന് പോയത്? നോക്ക്, പൈപ്പിന്റെ പുറത്ത് ഞാനുണ്ട്. മര്യാദക്ക് മാറി നിൽക്ക്. ഓക്കേ. അയ്യോ, ഈ വെള്ളം ഒന്ന് നിർത്ത്. ഓക്കേ. അയ്യോ, നിക്കവിടെ. ആരെങ്കിലും അടുത്ത് വന്നാൽ ഞാൻ ദാ ഇവനെ താഴേക്ക് എടുത്തെറിയും. ഞാൻ പോയതുപോലെ തന്നെ തിരിച്ചിവിടെ എത്തും. കഴുതേ, നീ അവിടുന്ന് താഴേക്ക് പോകുന്നത് 5000 അടിയുള്ള കൊക്കയിലേക്കാ. ബുദ്ധിയുണ്ട് നിനക്ക്. ഇനി എല്ലാവരും എന്റെ കാൽക്കൽ വീണ് മര്യാദയ്ക്ക് മാപ്പ് ചോദിക്കേ. മാത്രവുമല്ല, സയന്റിസ്റ്റിനെ എന്റെ കയ്യിലെത്തിക്കണം. ശരി, അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യാം. രക്ഷിക്കണേ. ഹണി, പേടിക്കണ്ട, ഞാനിത് എത്തിപ്പോയി. താങ്ക് യു കച്ചളിയ, നീ എന്നെ രക്ഷിച്ചു.
ബട്ടൺ ഓൺ ചെയ്തു. അല്ല, താൻ ബട്ടൺ ഓൺ ചെയ്തതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? അതോ 5 മിനിറ്റിനുള്ളിൽ ഈ കൊട്ടാരം ബോംബ് പൊട്ടിത്തെറിച്ച് നശിക്കും. എന്നെ ആർക്കും പിടിക്കാൻ കഴിയില്ല. ഇതോടെ നിങ്ങളുടെ പണി തീരും. 5 മിനിറ്റ് തന്നെ നമുക്ക് ധാരാളം. സംശയമുണ്ടോ? വേഗം എല്ലാ സയന്റിസ്റ്റുകളും വിമാനത്തിൽ കയറൂ. നമുക്കിന് 5 മിനിറ്റേ ഉള്ളൂ. എന്റെ ഭായ്, ഞങ്ങൾ എവിടെ ഇരിക്കുക? നിങ്ങൾ രണ്ടുപേരും തത്തയാണ്. വേഗം പറന്നു വാ. പക്ഷേ ഈ ജുറാഫിനെ എങ്ങനെ നമ്മൾ കൊണ്ടുപോവുക? അദ്ദേഹം VIP അല്ലേ, അതുകൊണ്ട് കാറ്റിൽ നന്നായി പറന്നു വരട്ടെ. ഞാനാണ് ചുര. ഇവരെന്റെ പണി തീർത്തു.